ഗൈസ്, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ബീച്ചിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. ഒറൽ എന്നറിയപ്പെടുന്ന ജീവി കൂട്ടമായി മണലിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ അനക്കമാണ് തിളക്കമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബീച്ചിൽ പറക്കിക്കൂട്ടിയ കുപ്പിയിൽ നിന്നും കുറച്ചെണ്ണം എടുത്ത് കട്ട് ചെയ്ത് ഉരുളകളെ പിടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ചൂണ്ടയിടാനായിട്ടാണെങ്കിലും വറുത്ത് കഴിക്കാനാണെങ്കിലും ഉരുളകൾ നല്ല ബെസ്റ്റ് ഐറ്റമാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഈ ഉരുളകളെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ മോൺസ്റ്റർ ഫിഷുകൾക്കുള്ള ഫീഡായിട്ടാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ബക്കറ്റ് ഉപയോഗിച്ചുള്ള ഒരു ഒറ്റ കൊരയിൽ തന്നെ ആവശ്യത്തിനുള്ള ഉരുളകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കുപ്പിയുടെ മുട്ടിൽ ഹോൾസ് ഇട്ട് അരിപ്പായിട്ട് ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള ഉരുളകളെ നമ്മൾ മണലില്ലാതെ അരിച്ചുമെടുത്തിട്ടുണ്ട്. മോൾ ക്രാബ്സ് എന്നറിയപ്പെടുന്ന ഇവന്മാർ ഞണ്ടിന്റെ വർഗ്ഗത്തിൽ വരുന്നവരായതുകൊണ്ട് തന്നെ മീനുകൾക്ക് കൊടുക്കുന്നത് വളരെ ഗുണപ്രദമാണ്. ഇവന്മാരെ വറുത്ത് കഴിച്ചാലും ഞണ്ട് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്തായാലും വീട്ടിലെത്തി നല്ല രീതിയിൽ കഴുകിയെടുത്ത ശേഷം ആദ്യം തന്നെ നമ്മൾ ഇവന്മാരെ നമ്മുടെ റെഡ് ടൈൽ കാറ്റ്ഫിഷുകൾക്ക് ഫീഡായിട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ഒരു ലൈഫ് ഫീഡ് ആയതുകൊണ്ടാവണം വളരെയധികം ആക്രാന്തത്തോടെയാണ് നമ്മുടെ കാറ്റ്ഫിഷുകൾ ഇവന്മാരെ അടിച്ച് അകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള അടുത്ത ഊഴം നമ്മുടെ ഓസ്കാറുകളുടേതാണ് കേട്ടോ. പണ്ട് തൊട്ടേ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവന്മാരുടെ കാര്യം എടുത്തു പറയേണ്ടതില്ല. കപ്പലണ്ടി തിന്നുന്ന അതേ ലാഘവത്തോടെയാണ് ഇവന്മാർ ഉരുളകളെ കഴിക്കുന്നതായി കാണുന്നത്. ഇനിയുള്ള അടുത്ത ഊഴം ആൽബിനോ കാറ്റ്ഫിഷുകളുടേതാണ്. ആൽഗെ വാട്ടർ ആയതുകൊണ്ട് ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും ഉരുളകളെ ഇട്ട ശേഷം വെള്ളത്തിനൊരു കോളിളക്കം. സംഭവം വെള്ളത്തിനടിയിൽ നല്ല പണി നടക്കുന്നുണ്ട് കേട്ടോ.